Hello all. In this video, I will cover what is use case diagram, its purpose, and a simple example. What is use case diagram? To model a system, the most important aspect is to capture the dynamic behavior. ഒരു സിസ്റ്റത്തിന്റെ ഡൈനാമിക് ബിഹേവിയർ ക്യാപ്ചർ ചെയ്താൽ മാത്രമാണ് അതിന്റെ മോഡലിംഗ് പെർഫെക്റ്റ് ആകുള്ളൂ. Dynamic behavior means the behavior of the system when it is running or operating. Running time la system behavior neയാണ് dynamic behavior എന്ന് mean ചെയ്യുന്നത്. In UML, there are 5 diagrams available to model the dynamic nature, and use case diagram is one of them. ഇങ്ങനത്തെ dynamic behavior plot ചെയ്യാൻ വേണ്ടി UML language പല diagrams available ആക്കിയിട്ടുണ്ട്. അതിലെ ഒരു diagram ആണ് use case diagram. The internal and external agents are known as actors. ഇതിലെ use case diagram ചില elementsന്റെ പേരാണ് പറയുന്നത്. Internally നമ്മൾ ആ സിസ്റ്റമായിട്ട് interact ചെയ്യുന്നവര് അല്ലെങ്കിൽ externally ആ സിസ്റ്റമായിട്ട് interact ചെയ്യുന്നവരെയാണ് agents എന്ന് പറയുന്നത്. And internal and external agents use case diagram പറയുന്ന പേര് actors എന്നാണ്. And use case diagram consists of actors, use cases and their relationships. എപ്പോഴും use case diagram മൂന്ന് കാര്യങ്ങളാണ് പ്ലോട്ട് ചെയ്യുക. Actors പ്ലോട്ട് ചെയ്യും, use cases പ്ലോട്ട് ചെയ്യും, and the relationships between them. The diagram is to model the system or subsystem of an application. ഒരു സിസ്റ്റത്തിനെയോ അല്ലെങ്കിൽ ആ സിസ്റ്റത്തിന്റെ ഒരു പെർട്ടിക്കുലർ പാർട്ടിനെയോ നമുക്ക് മോഡൽ ചെയ്യാൻ use case diagram യൂസ് ചെയ്യാം. Use case diagrams are drawn to capture the functional requirements of system. ഒരു സിസ്റ്റത്തിന്റെ functional requirements capture ചെയ്ത് പ്ലോട്ട് ചെയ്യാനാണ് use case diagram യൂസ് ചെയ്യുക. And ഒരു single use case diagram ആണെങ്കിൽ അതിലൊരു particular functionality ആണ് നമ്മൾ പ്ലോട്ട് ചെയ്യുക. അല്ലാതെ ഒരു single use case diagramത്തിൽ ഒരു മൊത്തം functionality ഒന്നും അങ്ങനെ പ്ലോട്ട് ചെയ്യാറില്ല normally. Purpose of use case diagram. It is used to gather functional requirements of a system. Already പറഞ്ഞായിരുന്നു. It is used to get an outside view of a system. Identify the external and internal factors influencing the system. ഒരു outside view കിട്ടും. അതേപോലെ ആ ഒരു particular സിസ്റ്റത്തിനെ ഇഫക്റ്റ് ചെയ്യുന്ന internal factors എന്താണ്, internal agents ആരൊക്കെയാണ്, external agents and external factors ആരൊക്കെയാണ് എന്നൊക്കെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. Show interaction among the requirements. Then ഈ requirements അല്ലെങ്കിൽ use cases, actors ഒക്കെ തമ്മിലുള്ള interactions ഐഡന്റിഫൈ ചെയ്യാനും റെപ്രസെന്റ് ചെയ്യാനും പറ്റും. To use a use case diagram. Requirements analysis and a high level design. Requirement analysis എന്ന സ്റ്റെപ്പിൽ വേണമെങ്കിൽ നമുക്ക് use case diagram വരയ്ക്കാം, അല്ലെങ്കിൽ ഡിസൈനിങ്ങിൽ. Model the context of a system. ഒരു സിസ്റ്റത്തിന്റെ ഒരു പെർട്ടിക്കുലർ ബിഹേവിയർ പ്ലോട്ട് ചെയ്യാനാണെന്ന് പറഞ്ഞു യൂസ് കേസ് ഡയഗ്രാം യൂസ് ചെയ്യുന്നത്. Then reverse engineering. Reverse engineering means already suppose ഒരു പ്രൊഡക്റ്റ് ഉണ്ട്, നമ്മൾ ആ പ്രൊഡക്റ്റിന്റെ വേറൊരു എക്സ്പാൻഷൻ ഡെവലപ്പ് ചെയ്യാന്ന് കൺസിഡർ ചെയ്യുക, അല്ലെങ്കിൽ ആരോ മാനുഫാക്ചർ ചെയ്ത സംഭവത്തിന്റെ തന്നെ വേറെ ഒരു മോഡൽ ഡെവലപ്പ് ചെയ്യുന്ന കേസസിലൊക്കെയാണ് റിവേഴ്സ് എഞ്ചിനീയറിംഗ് കോൺസെപ്റ്റ്സ് യൂസ് ചെയ്യുക. ഫോർവേഡ് എഞ്ചിനീയറിംഗ് മീൻസ് റിക്വയർമെന്റ്സ് കളക്ട് ചെയ്തിട്ട് ഫ്രം ദ സ്ക്രാച്ച് ഒരു പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യുമ്പോൾ ഫോർവേഡ് എഞ്ചിനീയറിംഗ് ടാസ്കുകളായി. സോ ആ സിറ്റുവേഷൻസിലൊക്കെ യു ക്യാൻ ഗോ ഫോർ യൂസ് കേസ് ഡയഗ്രാം. ആൻഡ് ഹൗ ടു ഡ്രോ എ യൂസ് കേസ് ഡയഗ്രാം. ആക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ക്യാൻ ബി എ ഹ്യൂമൻ യൂസർ, അല്ലെങ്കിൽ സം ഇന്റേണൽ ആപ്ലിക്കേഷൻസ്, അല്ലെങ്കിൽ സം എക്സ്റ്റേണൽ ആപ്ലിക്കേഷൻസ്. ആക്ടേഴ്സ് ആരാന്ന് ഐഡന്റിഫൈ ചെയ്യണം. We should have following items identified. Functionalities to be represented as a use case, actors, and relationship among use cases and actors. Actors identify ചെയ്യണം. ഞാൻ പറഞ്ഞു ഹ്യൂമൻ യൂസേഴ്സ് ആവാം, എക്സ്റ്റേണൽ ആപ്ലിക്കേഷൻസ് ആവാം, ഇന്റേണൽ ആപ്ലിക്കേഷൻസ് ആകാം. അതേപോലെ ഓരോ യൂസ് കേസിന്റെയും ഫങ്ഷനാലിറ്റീസ് അറിയണം, ആക്ടേഴ്സ് ആരാന്ന് അറിയണം, യൂസ് കേസസും ആക്ടേഴ്സും തമ്മിലുള്ള റിലേഷൻഷിപ്സും അറിയണം. So, guidelines നോക്കാം. The name of use case is very important.
So the name should be chosen in such a way that it can identify the functionalities performed. ഏതൊരു യൂസ് കേസ് ഡയഗ്രത്തിനും ഒരു നെയിം ഉണ്ടാകണം. ആ നെയിം വെച്ച് അതിന്റെ ഫംഗ്ഷനാലിറ്റി ഡിഫൈൻ ചെയ്യാനും ഐഡന്റിഫൈ ചെയ്യാനും പറ്റണം. ഗെറ്റ് സ്യൂട്ടബിൾ നെയിം ഫോർ ആക്ടേഴ്സ്. ആക്ടേഴ്സിനും നമ്മളൊരു പെർട്ടിക്കുലർ നെയിംസ് കണ്ടുപിടിക്കണം. Show relationships among and dependencies clearly in the diagram. Then actors and use cases തമ്മിലുള്ള relationships dependencies clear ആയിട്ട് use case diagram വെച്ച് plot ചെയ്യുക. Do not try to include all types of relationship, as the main purpose of diagram is to identify the requirements. എല്ലാ റിലേഷൻഷിപ്സും കാണിക്കണം എന്നില്ല യൂസ് കേസ് ഡയഗ്രത്തിൽ. കാരണം നമുക്ക് ഇവിടെ റിക്വയർമെന്റ്സിനെ ഐഡന്റിഫൈ ചെയ്യാണ് യൂസ് കേസ് ഡയഗ്രാം വെച്ചുള്ള ഇന്റൻഷൻ. അപ്പൊ റിക്വയർമെന്റ്സിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന റിലേഷൻഷിപ്സ് മാത്രമേ പ്ലോട്ട് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. യൂസ് നോഡ്സ് whenever required to clarify some important points. നോട്ട്സ് അല്ലെങ്കിൽ നോട്ടേഷൻസ് ഒക്കെ വേണമെങ്കിൽ ആഡ് ചെയ്യാം നമുക്ക് എന്തെങ്കിലും ക്ലാരിറ്റി കൊടുക്കേണ്ട സിറ്റുവേഷനിൽ. സോ ദിസ് ഈസ് എ സാമ്പിൾ യൂസ് കേസ് ഡയഗ്രാം. ഇപ്പൊ കണ്ടോ ഇവിടെ ഒരു ഹെഡിങ് കൊടുത്തിട്ടുണ്ട്, യൂസ് കേസ് ഡയഗ്രാം ഫോർ ആൻ ഓർഡർ മാനേജ്മെന്റ് സിസ്റ്റം. ഇതേപോലെ ഏതൊരു യൂസ് കേസ് ഡയഗ്രത്തിനും ഇങ്ങനെ ഒരു ക്യാപ്ഷൻ കൊടുക്കണം. സി ഇവിടെ കസ്റ്റമർ ഇസ് ആൻ ആക്ടർ, അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ആക്ടറിനെ ഇങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുക. So customer is an actor. Then use cases ആണ് order, special order, normal order എന്നൊക്കെ പറയുന്നത് യൂസ് കേസസ് ആണ്. അതേപോലെ ഒരു യൂസ് കേസ് ഡയഗ്രത്തിന് എപ്പോഴും നമ്മളൊരു ബൗണ്ടറി ഇതേപോലെ പ്ലോട്ട് ചെയ്യും. എക്സ്റ്റേണൽ ആക്ടേഴ്സ് ആയതുകൊണ്ടാണ് നമ്മൾ ഈ കസ്റ്റമറിനെ ഈ ബൗണ്ടറിയുടെ പുറത്ത് ഡിനോട്ട് ചെയ്ത്. ഇപ്പൊ ഇന്റേണലി ആക്ടേഴ്സ് ഉണ്ടെങ്കിൽ അവർ ഈ ബൗണ്ടറിക്ക് അകത്ത് വേണമെങ്കിൽ റെപ്രസെന്റ് ചെയ്യാം. ഈ കേസിൽ കസ്റ്റമർ ഇസ് someone who is interacting with the system from outside world. അതുകൊണ്ടാണ് ആ ബൗണ്ടറിയുടെ പുറത്ത് കാണിച്ചിരിക്കുന്നത്. സോ ഇതൊരു ഓർഡർ മാനേജ്മെന്റ് സിസ്റ്റം ആണ്. അപ്പൊ അതിൽ പറയുന്ന കസ്റ്റമർ പ്ലേസസ് ആൻ ഓർഡർ. ആ ഓർഡർ എന്താകാം? ക്യാൻ ബി എ സ്പെഷ്യൽ ഓർഡർ അല്ലെങ്കിൽ നോർമൽ ഓർഡർ. അതായത് ഈ ഓർഡറിന്റെ ഒരു എക്സ്റ്റൻഷൻ ആണ് സ്പെഷ്യൽ ഓർഡറും നോർമൽ ഓർഡറും. അപ്പൊ അതുകൊണ്ടാണ് ഈ റിലേഷൻഷിപ്സ് ഒരു ഇൻഹെറിറ്റൻസ് റിലേഷൻഷിപ്പ് പോലെ അല്ലെങ്കിൽ എക്സ്റ്റെൻഡഡ് റിലേഷൻഷിപ്സ് പോലെ ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. ആക്ച്വലി കസ്റ്റമർ ഓർഡർ ആണ് മെയിൻ വരുന്ന. കസ്റ്റമർ ആണ് ഒരു ആക്ടർ, ഓർഡർ ആണ് ഒരു യൂസ് കേസ്. ബട്ട് ഓർഡർ എന്ന യൂസ് കേസ് നമ്മൾ ഒന്നും കൂടി ഇവിടെ എക്സ്റ്റെൻഡ് ചെയ്ത് ഈ ഡയഗ്രത്തിൽ ഡിനോട്ട് ചെയ്തേ ഉള്ളൂ. ഇതേപോലെയാണ് റിലേഷൻഷിപ്സ് കാണിക്കുക. UML ഡയഗ്രത്തിലെ റിലേഷൻഷിപ്സിലെ സിമ്പിൾസ് യൂസ് ചെയ്യാം. ഇതൊരു ഇൻഹെറിറ്റൻസ് ടൈപ്പ് റിലേഷൻഷിപ്പ് ആയതുകൊണ്ടാണ് ഈ ഒരു സിമ്പിൾ ഉപയോഗിച്ചിരിക്കുന്നത്. യൂസ് കേസസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ ഒരു എക്സാമ്പിളിന്റെ കേസിൽ ഓർഡർ, സ്പെഷ്യൽ ഓർഡർ, നോർമൽ ഓർഡർ ഒക്കെയാണ് റിലേഷൻഷിപ്സ് ആയിട്ട് വരുന്നത്. സോ ദിസ് ഈസ് ഹൗ എ സിമ്പിൾ യൂസ് കേസ് ഡയഗ്രാം can be drawn. Thank you for watching.